റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ജീവിച്ച കാലത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ അത്ര പോലും കിട്ടിയില്ല. പാപ്പയുടെ ഖബർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൺമുന്നിൽ വെച്ച് ഉമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന 8 വയസ്സുകാരനായൊരു കുട്ടി എത്ര ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. സങ്കടങ്ങൾ പറയാൻ ഒരു അനുജനോ ജ്യേഷ്ഠനോ പോലും ഇല്ല. സങ്കടങ്ങൾ പങ്കുവെക്കാൻ വീട്ടിലൊരാൾ പോലും ഇല്ല. ഒറ്റയ്ക്ക്. നമുക്ക് എന്തൊക്കെയുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ജീവിച്ച കാലത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ അത്ര പോലും കിട്ടിയില്ല. പാപ്പയുടെ ഖബർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൺമുന്നിൽ വെച്ച് ഉമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന 8 വയസ്സുകാരനായൊരു കുട്ടി എത്ര ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. സങ്കടങ്ങൾ പറയാൻ ഒരു അനുജനോ ജ്യേഷ്ഠനോ പോലും ഇല്ല. സങ്കടങ്ങൾ പങ്കുവെക്കാൻ വീട്ടിലൊരാൾ പോലും ഇല്ല. ഒറ്റയ്ക്ക്. നമുക്ക് എന്തൊക്കെയുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ജീവിച്ച കാലത്തിന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ അത്ര പോലും കിട്ടിയില്ല. പാപ്പയുടെ ഖബർ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൺമുന്നിൽ വെച്ച് ഉമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന 8 വയസ്സുകാരനായൊരു കുട്ടി എത്ര ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. സങ്കടങ്ങൾ പറയാൻ ഒരു അനുജനോ ജ്യേഷ്ഠനോ പോലും ഇല്ല. സങ്കടങ്ങൾ പങ്കുവെക്കാൻ വീട്ടിലൊരാൾ പോലും ഇല്ല. ഒറ്റയ്ക്ക്. നമുക്ക് എന്തൊക്കെയുണ്ട്?